കറയില്ലാത്ത ഹൃദയത്തോടെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് വചനത്തെ അനുഭവിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലയിടങ്ങളിലായിരിക്കാം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുവിൽ നാം വിശ്വസിച്ചപ്പോൾ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ, യേശു നമ്മിൽ വന്ന് വസിക്കുകയും, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അങ്ങനെ വിശ്വസിക്കുന്നവരായ നാം ഓരോരുത്തരിലും യേശു ഉള്ളത് കൊണ്ടാണ് നമ്മെ യേശുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നതും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ ഗ്രൂപ്പിന്റെയോ ഭാഗമാകുന്നതല്ല സഭയെന്ന് പറഞ്ഞാൽ. യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശു ആരിലെല്ലാം വന്ന് ജീവിക്കുന്നോ, ആരിലെല്ലാം വസിക്കുന്നോ, അവരെല്ലാം യേശുവിന്റെ ശരീരത്തിലെ ഭാഗങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും പലയിടങ്ങളിലായിരിക്കുന്ന നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. നമുക്ക് പരസ്പരം അനുഗ്രഹിക്കാം, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ, കുറവുകൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുകയും ക്ഷമ സ്വീകരിക്കുകയും എല്ലാം ചെയ്യാം. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 20 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മുടെ കർത്താവായ യേശു ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 20-ാമത്തെ തിരുവചനം. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകളുയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദേവരാജ്യം നിങ്ങളുടേതാണ്. നമ്മൾ POC ബൈബിളിൽ നിന്നാണ്, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറെ പേര് ഇതിനകത്തുള്ളത് കൊണ്ട് POC ബാക്ക്ഗ്രൗണ്ട് ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ വചനം കേൾക്കുക. ഇടയ്ക്ക് സത്യവേദ പുസ്തകത്തിൽ നിന്നും നമ്മുടെ കൂട്ടത്തിലുള്ളവർ വായിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിലെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നതും യേശുവിന്റെ വരവിന് ശേഷം നിവൃത്തിയാകാനുമുള്ള ലൂക്കായുടെ സുവിശേഷത്തിലെ 18-ാമത്തെ പുതിയ നിയമ പ്രവചന ഭാഗമാണ് നാം കേൾക്കുന്നത്. നമുക്കറിയാം, ബൈബിൾ ഗ്രന്ഥകാരന്മാരിൽ വിജാതീയനായി ദൈവവചനം എഴുതിയ ഏക വ്യക്തിയാണ് ലൂക്കാ സുവിശേഷകൻ. ലൂക്ക ഒരു വൈദ്യൻ, ഒരു ഡോക്ടറായിരുന്നു. പൗലോസിന്റെ സന്തത സഹചാരിയുമായിരുന്നു. ഈ ലൂക്കാ സുവിശേഷം മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കാ സുവിശേഷകനാണ്. ഹല്ലേലൂയ. ഇവിടെ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് യേശു പറയുകയാണ്, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. പ്രൈസ് ദി ലോർഡ്. 4 വിഭാഗങ്ങളെ കുറിച്ച് അവിടെ വീണ്ടും പറയുന്നുണ്ട്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. അടുത്ത് പറയാണ്, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ സന്തുഷ്ടരാക്കപ്പെടുന്ന, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന, ഭാവിയിൽ സന്തുഷ്ടരാക്കപ്പെടുന്ന, ഈ കാലഘട്ടത്തിലും ഭൂമിയിലായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങളെ കുറിച്ചാണ് ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ വചനം പറയുന്നു, ഉറപ്പായും താങ്കൾ ഭാഗ്യമുള്ള വ്യക്തിയാണ്. ഉറപ്പായും സ്വർഗത്തിലെ അനുഗ്രഹം താങ്കളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ യേശു നിങ്ങളെ ഭാഗ്യമുള്ളവൻ, ഭാഗ്യമുള്ളവൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ 4 കൂട്ടർ: 1 ദരിദ്രർ, 2 വിശപ്പ് സഹിക്കുന്നവർ, 3 കരയുന്നവർ, 4 തിരസ്കരിക്കപ്പെടുന്നവർ. ഇതിന്റെ ഓരോ ഭാഗവും യേശുവിന്റെ നാമത്തിൽ കൃപയാൽ നാം പരിശോധിക്കുമ്പോൾ ആ 4 മണ്ഡലത്തിൽ ഏതെങ്കിലും മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. ബൈബിളിൽ അനുഗ്രഹിക്കപ്പെട്ട അനേകം മണ്ഡലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് പറഞ്ഞിരിക്കുന്ന അനേക ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഈ 4 കൂട്ടത്തിൽ നാം പെട്ടിട്ടുണ്ടോ?
എന്നൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ദരിദ്രരാണ്. NLT പറഞ്ഞിരിക്കുന്നത്, ആ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ദരിദ്രരായ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ്. NKJV-യിൽ പറയുന്നത് ദരിദ്രനായ നീ ഭാഗ്യവാനാകുന്നു എന്നാണ്. Blessed are you who are poor. പാരമ്പര്യമായിട്ടോ സ്വയം പര്യാപ്തതയിലൂടെയോ ഒന്നും നേടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരുപക്ഷെ സാമ്പത്തിക മേഖലകൾ ഉണ്ടായിരുന്നവരായിരിക്കാം, ഇന്ന് അത് കൈവിട്ടുപോയ, നഷ്ടപ്പെട്ടുപോയ അവസ്ഥകളായിരിക്കാം. അതുപോലെ തനിക്കോ തന്റെ കുടുംബത്തിന്റെയോ ആവശ്യങ്ങൾ വേണ്ട സമയങ്ങളിൽ അത് നിർവഹിക്കുവാൻ കഴിവില്ലാതെ പോയവനെ ആയിരിക്കാം. ഇവരൊക്കെ ദരിദ്രർ എന്ന പട്ടികയിലാണ്. യേശുവിലല്ലാതെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നുമില്ല എന്ന യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞവരും ദരിദ്രരാണ്. അതൊരുപക്ഷെ ആത്മീയ ദാരിദ്ര്യമായിരിക്കാം, ആത്മാവിന്റെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ ഒരു ദരിദ്രാവസ്ഥയായിരിക്കാം. അതുകൊണ്ടാണ് ചിലര് എന്തുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ പൂർണ്ണമായി ആശ്രയിക്കുന്നത് ദൈവത്തിൽ മാത്രമാണ്. ദൈവത്തിലാണോ ഞാനും നീയും പൂർണ്ണമായി ആശ്രയിക്കുന്നത്? എന്നെയും നിന്നെയും വചനം അനുഗ്രഹിക്കപ്പെട്ട ദരിദ്രനായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആത്മാവിന്റെ നിജസ്ഥിതി, ദാരിദ്ര്യസ്ഥിതി, ആത്മാവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വിശുദ്ധിയോളം ചേരാൻ കഴിയാത്ത, സ്വന്തം നിജസ്ഥിതി തിരിച്ചറിഞ്ഞവരും ദരിദ്രർ തന്നെയാണ്. അവരതോർത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കും, അവരതോർത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാരെ ഒന്ന് നോക്കൂ. യേശുവല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല. എന്തിനും ഏതിനും ദൈവത്തിൽ മാത്രം, യേശുവിൽ മാത്രം ആശ്രയിക്കുന്നവരാണ് ദരിദ്രർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ നമ്മില് ചില നല്ല കഴിവുകൾ ഉണ്ടാകാം, നമുക്കൊരുപക്ഷെ പല മണ്ഡലങ്ങളിൽ വിജയമുണ്ടാകാം, പലരും അത് നല്ലതാണെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടാകാം, നമ്മളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ, എന്റെ ഏറ്റവും മികച്ചത് എന്താണോ അതൊന്നുമല്ല എന്ന് തിരിച്ചറിയുന്നവനും ദരിദ്രനാണ് എന്ന് തിരിച്ചറിയുക. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മികച്ചതായി തോന്നിയിട്ടുള്ളത് അതെന്റെ കർത്താവിന്റെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവുള്ളവനും ദരിദ്രനത്രേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ടാമത്തെ വ്യക്തി 6-ാമത്തെ അധ്യായത്തിന്റെ ലൂക്കാറിന്റെ 21-ാമത്തെ തിരുവചനം. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇപ്പോൾ blessed are you who hunger now. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവർ ഭാഗ്യവാന്മാരായി വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വിശപ്പിന്റെ രുചി അറിയുവാൻ നാം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വചനം നാമുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആഗ്രഹമുണ്ട് നല്ലത് വാങ്ങുവാൻ, നല്ലത് കഴിക്കുവാൻ. എന്നാൽ അത് വേണ്ട വിധത്തിൽ രുചിക്കുവാൻ കഴിയാതെ പോയവർ വിശപ്പറിയുന്ന അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മളൊരു ധനവാനെയും ലാസറിനെയും കാണുന്നുണ്ട്. അവിടെ ആ ലാസറിന്റെ അവസ്ഥ എന്തായിരുന്നു? അവന്റെ ജീവിതത്തിൽ വേണ്ടതൊന്നും അവന് ലഭിച്ചിരുന്നില്ല. ലൂക്ക 16:21 തിരുവചനം. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രന് വിശപ്പടക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് അവന്
വേണ്ട വിധത്തിൽ ലഭിച്ചില്ല. അങ്ങനെയുള്ള അവനെ നോക്കി പറയുകയാണ്, ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഭൗതിക വിശപ്പ് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. നീതിക്ക് വേണ്ടി വിശക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏതെങ്കിലും മണ്ഡലത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പട്ടികയിൽ പെടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മൂന്നാമത്, ഇപ്പോൾ കരയുന്നവർ ഭാഗ്യവാന്മാർ. അതിന്റെ ലൂക്ക 6:21 ഇപ്പോൾ നമ്മൾ ആദ്യ ഭാഗം വായിച്ചു. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. അടുത്തത്, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. Blessed are you who weep now. ആരാണോ ഇപ്പോൾ കരയുന്നത്? Praise the Lord. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ ആരാണോ? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവർ ദുഃഖിച്ച് കരയുമെന്നാണ് 6:25 പറഞ്ഞിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 6:25. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിരിക്കരുതെന്നല്ല, ലൗകിക സന്തോഷത്തെ പ്രതി ആനന്ദിക്കുന്നവർ, ലോക സുഖങ്ങളിൽ സന്തോഷിച്ച് ചിരിക്കുന്നവർ, അതിൽ തന്നെ ജീവിക്കുന്നവരെയാണ് ഇപ്പോൾ ചിരിക്കുന്നവരെ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം സത്യമാണ്, ഈ ലോകത്തിൽ വിശപ്പറിയുകയോ കരയുകയോ ചെയ്യാത്തവർ ഒരുപക്ഷെ വരാനിരിക്കുന്ന ലോകത്തിൽ വിശക്കാനും കരയാനും ഇടയുണ്ട്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ, ലൂക്ക 16 അതിന്റെ 23 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം കാണുന്നത്, അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ലാസറും ധനവാന്റെയും ഉപമയിൽ പറയുകയാണ്. ആ ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവിടെ ശരിക്കും കൊടുത്തിരിക്കുന്നത് പാതാളത്തിൽ എന്നാണ്. ആ ട്രാൻസ്ലേഷനിൽ, POC ബൈബിളിലെ ട്രാൻസ്ലേഷനിലുള്ള ഒരു കുഴപ്പമാണ്. പാതാളത്തിൽ യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രഹാത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ധനവാനോട് പറയുകയാണ്, ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളിലൂടെയും നീ ജീവിച്ചു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിലാപം, കരച്ചിൽ എന്ന് പറയുമ്പോൾ ഈ കരച്ചിലിന് വേറൊരു വശവും കൂടെ ഉണ്ട്. അത് 2 കൊരിന്തോസ് അതിന്റെ 7-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ കാണുന്നു. 2 കൊരിന്ത്യർ 7:10. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അപ്പൊ ഒരു ദുഃഖം ആവശ്യമുള്ള ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദുഃഖിക്കുന്നുണ്ടോ, അത് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കണം. ആ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നമ്മൾ കരയുന്നുണ്ടെങ്കിൽ ആ കരച്ചിൽ പശ്ചാത്താപത്തിന് കാരണമാകണം. നമ്മുടെ കുറവുകളെ, ദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാതെ നാം ചെയ്ത കാര്യങ്ങളെ ഓർത്ത്
കരയുന്നതിനെയാണ് പശ്ചാത്താപത്തിന്റെ കരച്ചിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ലോകത്തെക്കുറിച്ച് മാത്രമുള്ള ദുഃഖമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ, നമ്മുടെ കരച്ചിൽ നമ്മുടെ ചുറ്റുപാടിന്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടാണെങ്കിൽ, ഭാവിയെ നോക്കിക്കൊണ്ടാണെങ്കിൽ, ഈ ലൗകിക ലോകത്തെക്കുറിച്ചുള്ള ദുഃഖമാണെങ്കിൽ, നമ്മുടെ ആ കണ്ണുനീർ, നമ്മുടെ ആ ദുഃഖം നമ്മെ മരണത്തിലേക്ക് നയിക്കും എന്നാണ് വചനം പറയുന്നത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ലോകപ്രകാരമായ ദുഃഖം നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് കരയാനായിട്ടുണ്ടെങ്കിൽ, വിലപിക്കാനായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ കുറവുകളെ ഓർത്ത് കരയുക. നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ പാപത്തെ ഓർത്ത് കരയുക, വിലപിക്കുക. ആ കരച്ചിലാണ്, ആ ദുഃഖമാണ് ദൈവസന്നിധിയിൽ വിലയുള്ള ദുഃഖം. ആ കരച്ചിലാണ് ദൈവസന്നിധിയിലുള്ള മഹത്തായ കരച്ചിൽ, മഹത്തായ ദുഃഖം. നമ്മുടെ കർത്താവായ യേശു യെരൂശലേമിനെ ഓർത്ത് ദുഃഖിച്ചില്ലേ? നമ്മുടെ കർത്താവായ യേശു യെരൂശലേമിനെ ഓർത്ത് കരഞ്ഞില്ലേ? ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തു വെക്കാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്റെ ചിറകിൻ കീഴിൽ ഒരുമിച്ചു കൂട്ടാൻ എത്രയോ ആഗ്രഹിച്ചു. അത് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ കുരിശുമരണത്തിന് മുമ്പ് യെരൂശലേം പട്ടണത്തെ നോക്കി നമ്മുടെ യേശു കരഞ്ഞു, നമ്മുടെ യേശു ദുഃഖിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ദുഃഖം നിന്റെ കുറവുകളെ ഓർത്തല്ലെങ്കിൽ ആ ദുഃഖം നിന്റെ മരണത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതാണ് എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തെക്കുറിച്ച് ഓർക്കുന്ന ആ ദുഃഖത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക. ഏത് പ്രശ്നം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സ്വഭാവ രീതി യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ വരുമ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് നിനക്കുള്ളതെങ്കിൽ ആ വിലാപത്തിന്റെ അവസ്ഥയെ സ്വർഗം എടുത്തു മാറ്റി സന്തോഷം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. ദുഃഖിക്കണമെങ്കിൽ നീ ഇന്നുവരെ അതെന്റെ തെറ്റുകളല്ല, അതെന്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ദുഃഖിക്കുക. ആ ദുഃഖം എന്നെയും നിന്നെയും രക്ഷയിലേക്ക് നയിക്കും. ലൗകിക ദുഃഖമോ മരണത്തിലേക്ക് എന്നെയും നിന്നെയും നയിക്കുന്നതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സൗഭാഗ്യങ്ങൾ ലഭിക്കും എന്ന വാഗ്ദത്തം ലഭിച്ച നാലാമത്തെ കൂട്ടരാണ് തിരസ്കരിക്കപ്പെടുന്നവർ, ദ്വേഷിക്കപ്പെടുന്നവർ, വെറുക്കപ്പെടുന്നവർ, പീഡനമേൽക്കുന്നവർ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനം. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദോഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നമ്മളെ യേശുക്രിസ്തുവിനെ പ്രതി ദ്വേഷിക്കുന്നുണ്ടെങ്കിൽ, പുറന്തള്ളുന്നുണ്ടെങ്കിൽ, അവഹേളിക്കുന്നുണ്ടെങ്കിൽ, തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുന്നു നിങ്ങൾ ഭാഗ്യവാന്റെ കാറ്റഗറിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ യേശുക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർ ദ്വേഷിക്കാതിരിക്കാൻ നമ്മൾ അവരുടെ മുന്നിൽ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ചിലരെങ്കിലും പറയുവാൻ തയ്യാറാകുന്നില്ല.
യേശുവിനെ സാക്ഷീകരിക്കുവാൻ, യേശുവിനെ ഉയർത്തുവാൻ ചിലർ തയ്യാറാകുന്നില്ല. കുടുംബത്തിൽ നിന്നും തിരസ്കരിക്കപ്പെടുമോ എന്ന് കരുതി യേശുവിലുള്ള വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാൻ കഴിയാത്തവരായ അനേകർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഹല്ലേലൂയ. സത്യത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യ അവസ്ഥയെ അവർ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ആർ യു വെൻ മാൻ ഹേറ്റ് യു. നിന്നെ ആരെങ്കിലും വെറുക്കുമ്പോൾ, നിന്നെ ആരെങ്കിലും തള്ളിപ്പറയുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുകയാണ്, നീ ഭാഗ്യവാനാണ് എന്ന കാര്യം മറന്നു പോകരുത്. സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെ നാം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. 1 രാജാക്കന്മാർ 22-7-8. അവിടെ യൂദാ രാജാവായ യഹോശാഫത്ത് ഇസ്രായേൽ രാജാവായ ആഹാബിനോട് ചോദിച്ചു, കർത്താവിന്റെ ആലോചനകൾ അറിയുവാൻ ഇവിടെ വേറെ പ്രവാചകന്മാരില്ലേ? കാരണം ഒരുപാട് പ്രവാചകന്മാര് വന്ന് യുദ്ധത്തിന് പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള ആലോചനകൾ പ്രവാചകന്മാർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഇസ്രായേൽ രാജാവായ ആഹാബിന് യോജിച്ച വിധത്തിലുള്ള പ്രവചനമാണ് നടത്തുന്നത്. രാജാവ് യുദ്ധത്തിന് പോയാൽ ജയിക്കും, കമ്പെടുത്ത് ചിലരെ ഒടിച്ച് ഇതുപോലെ അവരെ രാജാവ് തകർത്ത് കളയും. അങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോ യഹോശാഫത്ത് രാജാവിനോട് ചോദിക്കുകയാണ്, വേറെ പ്രവാചകന്മാരാരും ഇവിടെ ഇല്ലേ? അപ്പൊ ഉത്തരം വരികയാണ്, ഒരാൾ കൂടിയുണ്ട്, അവന്റെ പേര് മിക്കായ, എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു. ഇസ്രായേൽ രാജാവ് പറയുകയാണ്, ഒരാളുണ്ട്, പക്ഷെ എനിക്ക് അവനോട് വെറുപ്പാണ്. കാരണം അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല. അപ്പൊ രാജാവിന് ഇഷ്ടം നന്മ മാത്രം പ്രവചിക്കുന്നവരെയാണ്. എന്നാൽ മിക്കയെ വിളിച്ചു കഴിഞ്ഞാൽ മിക്ക ദൈവം എന്താണോ വെളിപ്പെടുത്തുന്നത്, പരാജയപ്പെടുമെങ്കിൽ പരാജയപ്പെടും, നാശം വരുമെങ്കിൽ നാശം വരും, അത് പ്രവചിക്കും. അപ്പൊ ഉള്ള കാര്യം പറയുന്ന പ്രവാചകനെ രാജാവിന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് രാജാവ് അവനെ പുറന്തള്ളി നിർത്തിയിരിക്കുക, ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തെ പ്രതി നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടാൽ, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന്, സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് യേശുവിനെ പ്രതി പുറന്തള്ളപ്പെട്ടാൽ, നീ ജോലി ചെയ്യുന്നിടത്ത്, നീ താമസിക്കുന്നിടത്ത് യേശുവിനെ പ്രതി ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടാൽ, ഒരുപക്ഷെ നീ പോകുന്ന സംഘടന, സമുദായം, സഭ എന്ന പേര് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടാൽ, യേശുവിന്റെ വചനം അനുസരിച്ചതിന്റെ പേരിൽ നിന്നെ തള്ളിക്കളഞ്ഞാൽ, ഹല്ലേലൂയ, അവിടെ നീയും ഞാനും വലിയ ഭാഗ്യ അവസ്ഥയിലേക്ക്, വലിയ സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നത് മറന്നു പോകരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യെരമ്യായുടെ പുസ്തകം 12-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു, എനിക്കെതിരെ ഗർജിക്കുന്നു. ചിലർ പറയാറുണ്ട്, ഞാൻ താഴ്മയോടെ നിൽക്കുന്നത്, പക്ഷെ എന്റെ പങ്കാളി, അത് ഭാര്യ ആയിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, നമുക്കെതിരെ, ക്രിസ്തുവിൽ നിൽക്കുന്നതിനെതിരെ നമ്മുടെ പങ്കാളിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അധൈര്യപ്പെടാതിരിക്കുക. ഹല്ലേലൂയ. ഭാഗ്യവാന്റെ പട്ടികയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 15-16 തിരുവചനം. അവിടെ ഇങ്ങനെയാ കാണുന്നത്, തന്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി തുടർച്ചയായി തന്റെ ദൂതന്മാരെ കർത്താവ് അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ അയക്കപ്പെട്ടുകൊണ്ടിരുന്നവർ പറഞ്ഞ കാര്യങ്ങളെ
പുച്ഛിച്ചു തള്ളുക. ദൈവ ശുശ്രൂഷകന്മാരിലൂടെ നൽകുന്ന വാക്കുകളെ പരിഹസിക്കുക, പ്രവചനങ്ങളെ പരിഹസിക്കുക, പ്രവാചകന്മാരെ അവഹേളിക്കുക, അവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുക. അപ്രകാരം ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ദൈവമക്കളെ, കർത്താവിനെ സ്വീകരിച്ചവരെ ദുഷിച്ചു പറയുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 10-11 തിരുവചനം. മത്തായി 18:10-11. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഈ ചെറിയവരിൽ ആരാണ് ഈ ചെറിയവർ? ക്രിസ്തുവിനെ സ്വന്തമാക്കി താഴ്മ ധരിച്ചിരിക്കുന്ന വ്യക്തികളാണ് ചെറിയവർ. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവരെല്ലാം താഴ്മ ധരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ചിലര് പുറമെ വാക്കുകൊണ്ട് നിന്ദിക്കാം, ചിലര് കാണുമ്പോൾ അവരുടെ മുഖഭാവത്തു നിന്ന് തന്നെ ചില നിന്ദകൾ വരാറുണ്ട്. അപ്പോൾ നിന്ദിക്കപ്പെടുവാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിന്നെയാണ് ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടാണ് കർത്താവിലായിരിക്കുന്ന ചെറിയവരെ നിന്ദിക്കരുത് എന്ന് പറയാൻ കാരണം? അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ അടുക്കൽ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ, അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അവന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവസന്നിധിയിൽ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നീ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് നീ ഓർത്ത് നീ ഭാരപ്പെടേണ്ടതില്ല. നിന്റെ വിശപ്പോർത്ത് നീ നിലവിളിക്കേണ്ടതില്ല. നിന്റെ ദാരിദ്ര്യ നിജസ്ഥിതി ഓർത്ത് നീ കണ്ണുനീർ വാർക്കേണ്ടതില്ല. നിന്റെ ചുറ്റുപാടും നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ അവഹേളിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ നീ ഭാരപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. കാരണം ആ റിപ്പോർട്ടെല്ലാം ദൈവസന്നിധിയിൽ എത്തുന്നു. ദൈവം അതെല്ലാം അറിയുന്നു, ദൈവം അതെല്ലാം കാണുന്നു. നിന്റെ ചുറ്റുപാടുകൾ ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല. ഹല്ലേലൂയ. നന്മയായത് സംഭവിക്കുമ്പോഴും തിന്മയായത് സംഭവിക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, അങ്ങനെ അറിയുന്നതിനായി നന്ദി പറയുന്നു. യേശുവേ ആരാധന, 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 ആരാധന. എന്റെ ചുറ്റുപാടുള്ള സകലതും അങ്ങ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. എന്നെ സഹായിക്കാൻ ദൂതന്മാരെ അങ്ങ് കൽപ്പിച്ചതിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഏതെങ്കിലുമൊക്കെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വചനം പറയുന്നത് നിങ്ങൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കുവിൻ, ഉദിച്ചു ചാടുവിൻ. ഹല്ലേലൂയ. സുവിശേഷം 6:23. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. നീ ദരിദ്രനാണോ? നീ ആഹ്ലാദിക്കുക, അതോർത്ത് ദുഃഖിക്കാതിരിക്കുക. ഒരിക്കൽ കൂടി, അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. എത്ര ക്ലാരിറ്റിയോടെയാ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരോട് സ്വർഗം സംസാരിക്കുന്നത്. ഭൂമിയിൽ
ഇത്രയും ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിലും വരാൻ പോകുന്ന പ്രതിഫലത്തെ ഓർത്ത്, പ്രതിഫലം രണ്ട് രീതിയിലാണ്. ഒന്ന്, ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. രണ്ട്, അതാണ് ഏറ്റവും പ്രാധാന്യമേറിയ പ്രതിഫലം. അത് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എത്തുമ്പോൾ, അവന്റെ വരവിന് ശേഷം സ്വർഗത്തിൽ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു പ്രതിഫലമുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഭൂമിയിലുള്ള പ്രതിഫലം അത് ഏത് വിധത്തിലായിരിക്കും സ്വർഗം നമുക്ക് തരുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു ഉറപ്പുണ്ട്, നിത്യതയിൽ കർത്താവിന്റെ അടുക്കൽ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. ആ പ്രതിഫലമാണ് ഭൂമിയിലായിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ഭാവന കാണേണ്ടത്. നമ്മുടെ സ്വപ്നം ഈ ഭൂമിയിലുള്ള നന്മകളിലല്ല, അനുഗ്രഹങ്ങളിലല്ല, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലത്തിലായിരിക്കണം. നിർഭാഗ്യവശാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ നശിപ്പിക്കുന്ന വിധത്തിൽ, കളയുന്ന വിധത്തിലുള്ള മനോഭാവത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അറിവില്ലായ്മ മൂലവും വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവൻ അതിന് കീഴ്പ്പെടാത്തത് മൂലവും പലപ്പോഴും സ്വർഗത്തിലെ പ്രതിഫലത്തെ നാം നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഹല്ലേലൂയ. ഒരുവന് യഥാർത്ഥത്തിൽ ലഭിക്കാനുള്ള പ്രതിഫലങ്ങൾ പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്താൽ ഏത് സാഹചര്യത്തിലും അവൻ ആഹ്ലാദിക്കാൻ തുടങ്ങും, അവൻ സന്തോഷിച്ച് കുതിച്ചു ചാടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതേ ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നീതിക്ക് വേണ്ടി 5-ാം അധ്യായത്തിന്റെ 10-12. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. പ്രൈസ് ദി ലോർഡ്. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ലൂക്കായുടെ സുവിശേഷം 6-ലും മത്തായിയുടെ സുവിശേഷം 5-ലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരേ സംഭവമാണ്, ഒരേ പ്രസംഗമാണ്, ഒരേ സ്ഥലത്ത് നടന്നതാണ് എന്നായിരിക്കാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മത്തായി 5-ലും ലൂക്കായുടെ സുവിശേഷം 6-ലും നമ്മൾ അല്പം മുമ്പ് കേട്ടിരിക്കുന്ന പറയപ്പെട്ട കാര്യങ്ങൾ പരസ്പരം ബന്ധമുണ്ടെങ്കിലും ഇത് രണ്ടും രണ്ട് സമയത്ത് രണ്ട് സ്ഥലത്ത് വെച്ച് പറയപ്പെട്ടവയാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 5-1 പറയുന്നു, 5-1 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ. ഇത് മലയിലെ പ്രസംഗമാണ്, മലയിൽ ഇരുന്നു കൊണ്ടുള്ള ഉപദേശമാണിത്. ഇതേ ഭാഗങ്ങൾ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലും യേശു പഠിപ്പിക്കുന്നു. എന്നാൽ അത് ലൂക്കായുടെ സുവിശേഷം 6-17 പറയുന്നത്, ലൂക്ക 6-17 അവൻ അവരോട് കൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. സമതലത്തിൽ വന്നു നിന്നുകൊണ്ടുള്ള പഠനമാണ് ലൂക്കായുടെ സുവിശേഷം 6-ൽ കാണുന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ൽ മലമേലിരുന്നു കൊണ്ട് അവൻ തിരുവായി മൊഴിഞ്ഞ് ശിഷ്യരോട് ഉപദേശിച്ച ഭാഗമാണ് മത്തായി 5-ൽ കാണുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ബൈബിളിലുടനീളം അനേകം ഭാഗ്യവാന്മാരെ കുറിച്ച് ഏതാണ്ട് 18ഓളം പ്രധാനപ്പെട്ടതായ ഭാഗ്യാവസ്ഥയെ കുറിച്ചുള്ള വചനഭാഗങ്ങളുണ്ട്. ആ ഭാഗം പിന്നീട് ഒരിക്കൽ സമയം കിട്ടിയാൽ നമുക്ക് കേൾക്കാം.
ഇവിടെ സങ്കീർത്തനം 1:1 തന്നെ, സങ്കീർത്തനം 1:1, സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ആരൊക്കെയാണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവർ? ഭാഗ്യവാനാണ്. ഒന്നുകൂടെ കേട്ടോളുക. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവർ. പലപ്പോഴും പലരും പെട്ടുപോകുന്നത് ദുഷ്ടരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരുടെ ഉപദേശം തേടാൻ പോകുന്നവരുണ്ട്. കർത്താവിന്റെ വചനം കേട്ടിട്ട് വചനത്തിൽ ജീവിക്കാത്തവരുടെ അടുത്ത് ആ വചനത്തെ കുറിച്ച് ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. ദൈവവചനവുമായി ഒരു ബന്ധവും ഇല്ലാത്തവരോട് ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ചില ബിസിനസ് മേഖലകൾ, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഉപദേശം സ്വീകരിക്കാൻ പോകുന്നവർ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവരെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭാഗ്യവാന്മാർ. അതുപോലെ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പാപികളുടെ വഴി തെരഞ്ഞെടുക്കാത്തവരെ കുറിച്ച് പറയുകയാണ്. ഭാഗ്യമുള്ളവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ. അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി, ലോകപ്രകാരം പാപത്തിന്റെയും അശുദ്ധിയുടെയും വഴി, അത് തെരഞ്ഞെടുക്കാത്തവർ ഭാഗ്യവാന്മാർ. അപ്പൊ പാപത്തിന്റെ വഴി തെരഞ്ഞെടുക്കുവാൻ നമ്മുടെ ചുറ്റുപാടും പ്രലോഭനങ്ങളുമായി വരുന്നവരുണ്ട്. ആ വഴിയെ തെരഞ്ഞെടുക്കാത്തവൻ ഭാഗ്യവാൻ. പരിഹസിക്കുന്നവരോട് കൂടെ ഇരിക്കാത്തവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1 പറയുന്നു, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കഴിഞ്ഞ കാലങ്ങളിൽ അറിവില്ലാതെ ചെയ്തുപോയ അതിക്രമങ്ങൾക്ക് മാപ്പ്, അറിയാതെ ചെയ്തുപോയ പാപങ്ങൾക്ക് മോചനം, അത് ലഭിച്ചവൻ വചനം പറയുന്നു ഭാഗ്യവാനത്രേ. ഹല്ലേലൂയ. ചിലർ പറയുന്നു, നീ ആ പാപമൊന്നും ചെയ്യുന്നില്ലേ? കുറച്ചാൾ മുമ്പ് ഒരു വിവാഹത്തിന് ഞാൻ പോയപ്പോൾ എന്റെ കൂടെ പണ്ട് പഠിച്ച ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടി. അവനിന്ന് വലിയ സമ്പന്നനാണ്. അവൻ എന്നെ മാറ്റി നിർത്തി ചോദിച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ നിനക്കില്ലേ? അവൻ ചോദിച്ചത് മദ്യപാനം, പുകവലി, അത്യാദി പാപകരമായ ചില മാർഗങ്ങളാണ്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഇതൊന്നും ചെയ്യാത്ത നിന്റെ ജീവിതം വലിയ കഷ്ടമാണ്. പക്ഷെ വചനം പറയുകയാണ്, പാപമില്ലാത്ത ജീവിതം, അതിക്രമമില്ലാത്ത ജീവിതം, പാപത്തിൽ നിന്നും മോചനം ലഭിച്ചവൻ ഭാഗ്യവാനത്രേ. ഹല്ലേലൂയ. സങ്കീർത്തനം 40:4 പറയുന്നത്, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നേരത്തെ നമ്മൾ ദരിദ്രനെ കുറിച്ച് കേട്ടപ്പോൾ കർത്താവിനെ തന്നെ ഏത് കാര്യത്തിലും ആശ്രയിക്കുന്നവൻ ദരിദ്രനാണെന്ന് കണ്ടു, അവൻ ഭാഗ്യവാനാണ്. സങ്കീർത്തനം 41:1 പറയുന്നത്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ കൺമുമ്പിൽ പ്രയാസപ്പെടുന്ന വ്യക്തികളെ കാണുമ്പോൾ, പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ സാധിക്കാത്ത വ്യക്തികളെ കാണുമ്പോൾ അവരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.